മലയാളിക്ക് എന്ത് ഇന്തോനേഷ്യ, മലയാളിക്ക് എന്ത് മൈദാമാവ് ചപ്പാത്തിയും. മര്യാദയ്ക്ക് ഒരു മുട്ട പോലും പൊരിക്കാൻ അറിയാത്ത ഞാൻ ഇന്തോനേഷ്യയിൽ ഒരു ചപ്പാത്തി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയ കഥയാണ് ഇന്ന് പറയുന്നത്. അതാണെങ്കിലോ ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പൊ സ്ഥിരം ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയിലും വന്നു. ആട്ടാമാവോ മൈദാമാവോ ഗോതമ്പ് മാവോ തപ്പിയിട്ടൊന്നും ഇവിടെ കിട്ടിയില്ല. കേക്ക് ഉണ്ടാക്കുന്ന എക്സ്പയറി ഡേറ്റ് അടുത്ത ഒരു മാവ് ഉണ്ടായിരുന്നു. എന്തായാലും തീരാറായതല്ലേ, അതങ്ങ് ഞാൻ തീർക്കാന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് പരീക്ഷണം തുടങ്ങി. എന്തായാലും വിചാരിച്ച മാതിരി അല്ല കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന മാവായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ആദ്യം. എന്തായാലും എന്തെങ്കിലും വരട്ടെ, എങ്ങനെയെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ പരിപാടി തുടങ്ങി. കുറച്ച് മാവും അതിനകത്തോട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കൽ തുടങ്ങി. എത്ര കുഴച്ചിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ഒരു തൃപ്തി വരുന്നില്ല. ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് പറയാലോ, ഈവൻ ഇൻ കേസ് ഇത് കുളവായാലും കുഴപ്പമില്ലല്ലോ. ഇന്ത്യൻ ചപ്പാത്തി മാവെന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് എന്തോ അമ്മ വാങ്ങി വെച്ച സാധനമാണ് കേട്ടോ, ഡബിൾ പൈസ കൊടുത്തിട്ട്. നമ്മുടെ നാട്ടിൽ 1 കിലോയ്ക്ക് 60 രൂപയാണെങ്കിൽ ഇവിടെ ഇതിന് ഏകദേശം 250 രൂപ എന്തോ അമ്മ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം ആയതുകൊണ്ട് അതിന് വില കൂടുതലാണ് കേട്ടോ. എന്തായാലും അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. കുടിക്കാനും കുക്ക് ചെയ്യാനും എല്ലാം പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്പെൻസർ കിച്ചണിൽ ഇരിക്കുന്നുണ്ട്. റഫ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റഫ എന്നെ കളിയാക്കാണ്. കാരണം ഇവിടെ ആരും കൈവച്ചൊന്നും കുഴക്കത്തില്ല കേട്ടോ. മാവ് സ്പൂണും പിന്നെ മറ്റേ ബ്ലെൻഡറിന്റെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് കുഴക്കുന്നത്. ഹലി വലി എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി എൻ്റെ കൈ വെച്ചിട്ട്. എനിക്ക് എൻ്റെ കൈ മതി, അതാണ് എൻ്റെ പവർ എന്ന് പറഞ്ഞിട്ട് മാവ് കുഴച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിയെന്ന്. വെള്ളം കൂടിയോ ഉപ്പ് കൂടിയോ ഒന്നും അറിയത്തില്ല. എന്തായാലും മാവ് ഏകദേശമൊക്കെ പരുവാക്കി സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഉള്ളിക്കറി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടന്നു. മെയിൻ പ്രശ്നം ഇവിടുത്തെ ഉള്ളി നമ്മുടെ നാട്ടിലത്തെ ഉള്ളിയല്ല കേട്ടോ, വെള്ള ഉള്ളിയാണ്, ചുമന്ന ഉള്ളിയല്ല. അതിനെന്തോ എൻ്റെ അടുത്ത് ദേഷ്യമുള്ള രീതിയിലാണ് ഈ വെള്ള ഉള്ളി എന്നോട് കാണിക്കുന്നത്. മുറിക്കാനും പറ്റുന്നില്ല, വെട്ടാനും പറ്റുന്നില്ല, ഉള്ളി തൊലിയാണെങ്കിൽ തൊലിക്കാനും പറ്റുന്നില്ല. പക്ഷെ എൻ്റെ അമ്മ എന്തായാലും കുറെ കഷ്ടപ്പെട്ട് ഉള്ളിയൊക്കെ തൊലിച്ച് കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചു. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി ഒരു മൂലയ്ക്ക് നടക്കുന്നു. ചപ്പാത്തി കുഴയ്ക്കുന്നു, ഒരു സൈഡിൽ ചപ്പാത്തി കുഴക്കുന്നു, ഒരു സൈഡിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ പരിപാടി തുടങ്ങി. ഇന്തോനേഷ്യയിലെ ഇഞ്ചി ഒരുമാതിരി ഇഞ്ചി കേട്ടോ, ഭയങ്കര പാടത് മുറിക്കാൻ. അതും വെളുത്തുള്ളിയും അതൊക്കെ ദുബായിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് കീറി കീറുമ്പോഴത്തേക്ക് സാധനമൊക്കെ തവിട്ട് പൊടിയാവും. വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ഒരു മുട്ടൻ സൈസ് സാധനമായിരിക്കും വെളുത്തുള്ളിയൊക്കെ. ചൈനയിൽ നിന്ന് വരുന്ന വെളുത്തുള്ളിയാണ്. അതുപോലെ ഇഞ്ചിയൊക്കെ നല്ല മുട്ടൻ ഇഞ്ചി ആയിരിക്കും. അതിനകത്ത് മണ്ണ് പോയിട്ട് തൊലി പോലും കാണത്തില്ല. ചുമ്മാ വേണേൽ കറി വെക്കാവുന്ന രീതിയിലുള്ള ഇഞ്ചിയാണ് ദുബായിലെ ഇഞ്ചി കേട്ടോ. അതാണ് കാര്യം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന അതേ പദർത്തി വേണം ചപ്പാത്തിയും ചുട്ടെടുക്കാൻ. അതുകൊണ്ട് ആദ്യം മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ചപ്പാത്തി ചൂടാന്നുള്ള ഐഡിയ ആണ് കേട്ടോ. കാര്യം ആദ്യം ചപ്പാത്തി ചുട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ട റോസ്റ്റ് ആയി കഴിയുമ്പോഴേക്കും ചപ്പാത്തി പപ്പടം പോലെ ആവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കി മാറ്റിയിട്ടാണ് ചപ്പാത്തി വെക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നത്. ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ മഞ്ഞപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഉള്ളി മസാലയും സാധനങ്ങളൊന്നും നമ്മളിവിടെ ഇല്ല കേട്ടോ. വെറും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ചുമന്ന മുളകിന്റെ പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ഒക്കെ ഇവിടെ നിന്നൊക്കെ കിട്ടിയതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഉള്ളി ഉണ്ടോ വാടുന്നു, ഉള്ളി വാടുന്നില്ല. ഉള്ളി ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിക്ക് എന്തോ എൻ്റെ ദേഷ്യമുള്ള മാതിരിയാണ് ഉള്ളിന്റെ അവസ്ഥ. എന്തായാലും കുറച്ച് നേരത്തേക്ക് അതിന്റെ വഴിക്ക് വിട്ടിട്ട് ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കൽ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പോയി 2 ഇളക്കി കൊടുക്കും. പിന്നെ അല്ല, അടുത്ത ഞാൻ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചപ്പാത്തി ഉരുട്ടാനുള്ള റോളർ ഉണ്ട്, പക്ഷെ അതിനുള്ള ആ ഒരു തട്ടുണ്ടല്ലോ, ആ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കമന്റിൽ ഹായ് പറയുക. 20 മിനിറ്റിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇന്തോനേഷ്യക്കാരെടുത്ത് ചലഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ റഫ എടുത്ത് ചലഞ്ച് ചെയ്തിട്ടാണ് പരിപാടി തുടങ്ങിയത്. പക്ഷേ ഉള്ളിയുടെ തൊലി തൊലിച്ചപ്പോൾ തന്നെ 20 മിനിറ്റ് ആയി കേട്ടോ. അത്രയ്ക്കും പാടായിരുന്നു ആ തൊലി ഒലിക്കാൻ. ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? ചപ്പാത്തിയൊക്കെ നല്ല കറക്റ്റ് റൗണ്ട് സർക്കിളിൽ വരുന്ന കണ്ടിട്ട് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ അഭിമാനം തോന്നിട്ട് ഞാൻ 2 മിനിറ്റ് മിണ്ടാതെ നിന്ന് കേട്ടോ. ഞാനൊരു കഴിവ് കൂടിയവനാണെന്ന് വാപ്പി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതെന്തായാലും സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ മുട്ടക്കറി ഏകദേശം ഓക്കെ കേട്ടോ. ആ മുട്ടക്കറി ഓക്കെ ചപ്പാത്തി ചൂടുന്ന സമയമായപ്പോഴത്തേക്കും ഒരു പരിപാടിയും പറ്റി, കറണ്ട് അങ്ങ് പോയി. ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യയിൽ വന്നിട്ട് കറണ്ട് പോകുന്നത്. അതാണെങ്കിൽ നല്ല കൂരാക്കൂരി ഇരിട്ടും. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഫ്ലാഷ് ഒക്കെ ഇട്ടുകൊണ്ട് വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റിൽ കറണ്ട് വന്നു കേട്ടോ. ഇവിടെ കറണ്ട് അങ്ങനെ പോലില്ല. ഞാനിവിടെ വന്നിട്ട് 2ാമത്തെ വട്ടമാണ് കറണ്ട് പോകുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. ഇനി ഇൻ കേസ് ഒരു 6 മിനിറ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ പിന്നെ നോക്കണ്ട കേട്ടോ, പിന്നെ അടുത്ത ദിവസം നോക്കിയാൽ മതി. വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ചപ്പാത്തി മുട്ടക്കറിയും സെറ്റ് ആട്ടെ. ഇന്തോനേഷ്യയിൽ ഒരു തട്ടുകട തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ ചപ്പാത്തി മുട്ടക്കറി ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.